പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 7th ക്ലാസ്സിലാണ് നമ്മളുള്ളത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി അതിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. If A equal to matrix 1 2 2 minus 7 1 8 and B equal to minus 9 6 6 3, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് A into B ആണ് ക്വസ്റ്റ്യൻ. എപ്പോഴാണ് A into B കാണാൻ പറ്റുക? എന്താണ് കണ്ടീഷൻ? എന്താണ്? A എന്ന് പറയുന്ന ആദ്യത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും B എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. എയുടെ ഓർഡർ എത്ര? 3 റോസ് ഉണ്ട്, 2 കോളംസ് ഉണ്ട്. അപ്പോൾ ഓർഡർ എത്ര? 3/2 അല്ലേ? ബിയുടെ ഓർഡർ എത്ര? 2 റോസ് 2 കോളംസ്, അപ്പോൾ 2/2. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, A into B കാണാൻ പറ്റുമോ? A into B കാണണമെങ്കിൽ എയുടെ നമ്പർ ഓഫ് കോളംസും ബിയുടെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. സെയിം ആണോ? ആരോ മാർക്ക് ശ്രദ്ധിക്കുക. എയുടെ നമ്പർ ഓഫ് കോളംസ് 2 അല്ലേ? ബിയുടെ നമ്പർ ഓഫ് റോസ് 2 അല്ലേ? അത് രണ്ടും സെയിം അല്ലേ? ആണ് അല്ലേ? ഒന്നാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. അതുകൊണ്ട് A into B കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ A into Bയുടെ ഓർഡർ എന്തായിരിക്കും? അത് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? അതിന് ആദ്യത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ അല്ലെങ്കിൽ ആദ്യത്തെ മെട്രിക്സിൻ്റെ റോ എടുക്കുക, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളംസ് എടുത്താൽ AB-യുടെ ഓർഡർ കിട്ടി. അപ്പോൾ AB-യുടെ ഓർഡർ എന്താണ്? 3/2. അപ്പോൾ 3/2 മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് എങ്ങനെയാണ് A into B കാണാൻ നോക്കാം. A into B ഈക്വൽ ടു ഫസ്റ്റ് മെട്രിക്സ് ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് അല്ലേ? ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാം? മൾട്ടിപ്ലൈ എങ്ങനെയാണ്? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ഒരു റോനെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ. 1 into -9 + 2 into 6. ഇതാണ് ആദ്യത്തെ എലമെൻറ്റ്. ഇനി ഇതേ റോയിൽ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് റോയിൽ തന്നെ അടുത്ത എലമെൻ്റ് എങ്ങനെ കിട്ടുക? ഫസ്റ്റ് റോനെ രണ്ടാമത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? 1 into 6 + 2 into 3. അതാണ് കിട്ടുക അല്ലേ? അപ്പോൾ ഫസ്റ്റ് റോയിലെ എലമെൻസ് എല്ലാം കിട്ടുന്നത് ഫസ്റ്റ് റോനെ, എയുടെ ഫസ്റ്റ് റോനെ ബിയുടെ ഡിഫറെൻ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇനി അടുത്ത് നോക്കുക, സെക്കൻഡ് റോയിലുള്ള എലമെൻ്റ് ഒക്കെ കിട്ടുന്നത് എയുടെ സെക്കൻഡ് റോനെ ആദ്യം ഫസ്റ്റ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും. പിന്നെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ സെക്കൻഡ് എലമെൻറ്റ്. അപ്പോൾ സെക്കൻഡ് റോയിലെ എലമെൻ്റ് എല്ലാം കിട്ടുന്നത് എയുടെ സെക്കൻഡ് റോനെ വ്യത്യസ്തമായ കോളംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നോക്കുക, 2 into -9 + -7 into 6. അപ്പോൾ ആദ്യത്തെ എലമെൻ്റായി. രണ്ടാമത്തെ എലമെൻറ്റ് കിട്ടാനോ അതേ റോനെ തന്നെ അടുത്ത കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 6 + -7 into 3. ഈ തേർഡ് റോയിലെ എലമെൻ്റ് എങ്ങനെ കിട്ടുക? തേർഡ് റോനെ, എ എന്ന് പറയുന്ന ആദ്യത്തെ മെട്രിക്സിലെ തേർഡ് റോനെ ഡിഫറെൻ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആദ്യം കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 into -9 + 8 into 6. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ്. ഇനി രണ്ടാമത്തെ എലമെൻറ്റ് കിട്ടാനോ അതേ റോനെ തന്നെ അടുത്ത കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 6 + 8 into 3. അപ്പോൾ അങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളൂ അല്ലേ? അപ്പോൾ ആദ്യം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 1 into -9 -9, 2 into 6 12. അതുപോലെ ഇവിടെ എന്ത് കിട്ടും? 6 + 6. ഇവിടെ എന്താണ്? 2 into -9 -18, 7 into 6 -7 into 6 -42, 2 into 6 12, -7 into 3 -21. ഇങ്ങനെ ബാക്കിയുള്ള എലമെൻറ്റ് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കുക. -9 + 12 3, 6 + 6 12, -18 + -42 -60, 12 - 21 -9, -9 + 48 39, 6 + 24 30. അപ്പോൾ ഓർഡർ 3/2 ഉള്ളൊരു മെട്രിക്സ് ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. If A equal to matrix 1 2 2 -7 1 8 and B equal to 5 2 3 -7 7 1, if possible find A into B. ആദ്യം പോസിബിൾ ആണ് നോക്കണം. A into B കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എപ്പോഴാണ് A into B കാണാൻ പറ്റുക?
എയുടെ നമ്പർ ഓഫ് കോളംസും ബിയുടെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. എന്താണ് എയുടെ ഓർഡർ? 3/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് കോളംസ് 2 അല്ലേ. ഇനി ബിയുടെ നമ്പർ ഓഫ് റോസ് എത്ര? ബിയുടെ നമ്പർ ഓഫ് റോസ്, ബിയുടെ ഓർഡർ എന്താണ്? 3/2 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് റോസ് 3 അല്ലേ, ഇവിടെ നമ്പർ ഓഫ് കോളംസ് എന്താ 2 അല്ലേ. എയുടെ നമ്പർ ഓഫ് കോളംസും ബിയുടെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണോ? അല്ല, നോട്ട് സെയിം അല്ലേ. അപ്പോൾ സെയിം അല്ലാത്തതുകൊണ്ട് പ്രൊഡക്റ്റ് എ ബി പോസിബിൾ ആണോ? പ്രൊഡക്റ്റ് എ ബി ഈസ് നോട്ട് പോസിബിൾ സിൻസ് ദ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ബി അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഈക്വൽ ടു -2 6 1 3 അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ കാണാനാണ് അല്ലേ. എ സ്ക്വയർ അല്ലെങ്കിൽ എ ക്യൂബ് ഇതൊക്കെ കാണണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. എ സ്ക്വയർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എ ഇൻറ്റു എ എന്നാണ്. ഒരു മെട്രിക്സിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ. എ ക്യൂബ് എന്ന് പറഞ്ഞാലോ ഒരു മെട്രിക്സിനെ വീണ്ടും വീണ്ടും മൾട്ടിപ്ലൈ, എ ഇൻറ്റു എ ഇൻറ്റു എ. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു മെട്രിക്സിൻ്റെ സ്ക്വയറോ ക്യൂബോ അങ്ങനെയുള്ള റേസ്റ്റ് ഏത് വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആവുന്ന നിർബന്ധമാണ്. അല്ല എങ്കിൽ നമുക്ക് എന്ത് കിട്ടൂല? നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് എന്ന് കിട്ടുന്നുണ്ട്, കാണാൻ പറ്റില്ല. ഓക്കെ, ഇനി നോക്കാം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സ് അതാ -2 6 1 3 വീണ്ടും അത് എഴുതുന്നു. അപ്പോൾ അത് ഒരു മെട്രിക്സിന് അതേ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി എങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്യാം? മൾട്ടിപ്ലൈയിൽ ഫസ്റ്റ് റോനെ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോനെ സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഞാൻ പേര് കൊടുക്കുകയാണ്. ആദ്യത്തെ മെട്രിക്സിലെ ഫസ്റ്റ് റോനെ R1 എന്ന് വിളിക്കുന്നു, സെക്കൻഡ് റോനെ R2 എന്ന് വിളിക്കുന്നു. ഇതേപോലെ സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തെ ഞാൻ C1 എന്ന് വിളിക്കുന്നു, രണ്ടാമത്തെ കോളത്തെ C2 എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ ആദ്യത്തെ എലമെന്റ് കാണാം അല്ലേ. ആദ്യത്തെ എലമെന്റ് കാണാന്ന് പറഞ്ഞാൽ എന്താണ്? R1നെ C1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എലമെന്റ്. ഒരു റോനെ ഒരു കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കറസ്പോണ്ടിങ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ കിട്ടുക? R1 C1 എന്ന് പറഞ്ഞു നോക്കുക. -2 ഇൻറ്റു -2 പ്ലസ് 6 ഇൻറ്റു 1 അല്ലേ. അതാണ് ഇവിടെ കിട്ടിയത്. -2 ഇൻറ്റു -2 പ്ലസ് 6 ഇൻറ്റു 1 എന്ന് കിട്ടി. ഇനി അടുത്തെന്ത് ചെയ്യണം? R1 ഇതേ റോനെ തന്നെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അഥവാ -2 6 എന്ന് പറയുന്ന റോനെ 6 3 എന്ന് പറയുന്ന കോളം കൊണ്ട് R1നെ C2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒന്ന് നോക്കുക. R1നെ C2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എലമെന്റ് കിട്ടും അല്ലേ. അഥവാ -2 ഇൻറ്റു 6 പ്ലസ് 6 ഇൻറ്റു 3 കിട്ടും. ഇനി അടുത്തപ്പോൾ എന്താ? ഈ ആദ്യത്തെ റോൾ എലമെന്റ് ഒക്കെ ആയില്ലേ. ആദ്യത്തെ റോൾ എലമെന്റ് എങ്ങനെ കിട്ടിയ? R1 ഇൻറ്റു C1 അപ്പോൾ ആദ്യത്തെ എലമെന്റ്, R1 ഇൻറ്റു C2 അടുത്ത എലമെന്റ്. ഇനി സെക്കൻഡ് റോൾ എലമെന്റ് ഒക്കെ കിട്ടല് സെക്കൻഡ് റോനെ അഥവാ R2നെ ആദ്യം C1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ R2നെ C2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നോക്കാം. അതായത് R2 C1 എന്താ? 1 3 ഇൻറ്റു -1 അല്ലേ. അഥവാ 1 ഇൻറ്റു -2 പ്ലസ് 3 ഇൻറ്റു 1 ഇതാണ് R2 C1 എന്ന് പറയുന്ന. R2 എന്ന് പറയുന്ന സെക്കൻഡ് റോനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്തെന്താണ്? സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അഥവാ R2 ഇൻറ്റു C2 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 6 പ്ലസ് 3 ഇൻറ്റു 3. ഇനി എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്യാൻ, ആഡ് ചെയ്യാം അല്ലേ. ദറ്റ് ഈസ് -2 ഇൻറ്റു -2 4 പ്ലസ് 6 പിന്നെ -2 ഇൻറ്റു 6 -12 6 ഇൻറ്റു 3 18 ഇങ്ങനെ വാല്യൂസ് കിട്ടും അല്ലേ. ഇനി ഇത് ആഡ് ചെയ്യുക സിമ്പിളാണ്. 4 പ്ലസ് 6 10 -12 പ്ലസ് 18 6 -2 പ്ലസ് 3 1 6 പ്ലസ് 9 15. ഇങ്ങനെയാണ് എ സ്ക്വയർ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് എ ഈക്വൽ ടു 0 1 2 4 ബി ഈക്വൽ ടു 3 5 6 3 അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ബി കാണണം, ബി ഇൻറ്റു എ കാണണം. എന്നിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. എന്താ ചെക്ക് ചെയ്യേണ്ടത്? എ ബിയും ബി എയും ഈക്വൽ ആണ് എന്ന് ചെക്ക് ചെയ്യണം അല്ലെ. ഈക്വൽ ആണോ ചെക്ക് ചെയ്യണം. എല്ലാ സമയത്തും എ ബി ഈക്വൽ ടു ബി എ കിട്ടുകയാണെങ്കിൽ ഇതിന് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, മെട്രിക്സ് അഡീഷൻ പഠിച്ചിട്ടില്ലേ. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. ആ പ്രോപ്പർട്ടിക്ക് എന്താ പറയുക? കമ്മ്യൂട്ടേറ്റീവ് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നൊരു എക്സാമ്പിൾ നിന്ന് ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എ ഇൻറ്റു ബി കണ്ടു നോക്കുക. ഓർഡർ ഓഫ് എ എന്താ? ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഓർഡർ ഓഫ് എ 2/2, ഓർഡർ ഓഫ് ബി 2/2 അല്ലേ. ഇനി എ ഇൻറ്റു ബി കാണാൻ പറ്റുമോ? എ ഇൻറ്റു ബി കാണണമെങ്കിൽ
ആദ്യത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. രണ്ടും ഈക്വൽ അല്ലേ, സെയിം അല്ലേ? അപ്പോൾ എ ഇൻറ്റു ബി കാണാൻ പറ്റും. ഇനി എന്തായിരിക്കും ഓർഡർ ഓഫ് എ ബി? എയുടെ ആദ്യത്തെ അഥവാ നമ്പർ ഓഫ് റോസ് എടുക്കുന്നു, ബിയിലെ നമ്പർ ഓഫ് കോളംസ് എടുക്കുന്നു, അതിൻ്റെ ബൈ ആയിരിക്കും അല്ലേ? അപ്പോൾ 2/2 ആണ് എ ബിയുടെ ഓർഡർ. ഇനി നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ നോക്കാം? എ ഇൻറ്റു ബി ഈക്വൽ ടു 0 1 2 4 ആദ്യത്തെ മെട്രിക്സ് ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് 3 5 6 3 അല്ലേ? യെസ്. ഇനി എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? R1 ഇൻറ്റു C1 0 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 6. ഇനി ഒന്നാമത്തെ റോയിൽ അടുത്ത എലമെൻറ്റ് കിട്ടുന്നത് ഇതേ R1നെ C2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 0 ഇൻറ്റു 5 പ്ലസ് 1 ഇൻറ്റു 3. ഇനി സെക്കൻഡ് റോ എലമെൻ്റ് ഒക്കെ എങ്ങനെ കിട്ടുക? സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ എന്താ 2 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 6 അല്ലേ? അടുത്ത് സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം R2 ഇൻറ്റു C2 2 ഇൻറ്റു 5 പിന്നെ പ്ലസ് 4 ഇൻറ്റു 3 അല്ലേ കിട്ടുക? ഇനി അടുത്ത് നോക്കാം 0 പ്ലസ് 6 5 പ്ലസ് 3 6 പ്ലസ് 24 2 ഇൻറ്റു 5 10 10 പ്ലസ് 12. ഇനി അടുത്ത് നോക്കാം ദാറ്റ് ഇത് ആൻസർ ആയി 6 3 30 22 അല്ലേ? ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ബി ഇൻറ്റു എ കാണണ്ടേ? ബി ഇൻറ്റു എ ഈക്വൽ ടു ആദ്യത്തെ മെട്രിക്സ് ബി ആണ് അഥവാ 3 5 6 3 ആണ്. രണ്ടാമത്തെ മെട്രിക്സ് 0 1 2 4 ആണ്. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 3 ഇൻറ്റു 0 പ്ലസ് 5 ഇൻറ്റു 2. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 3 ഇൻറ്റു 1 പ്ലസ് 5 ഇൻറ്റു 4. ഓക്കെ, അങ്ങനെ എല്ലാ വാല്യൂസും കാണാൻ പറ്റും. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തുക. 0 പ്ലസ് 10 3 പ്ലസ് 20 0 പ്ലസ് 6 പ്ലസ് 12 അല്ലേ? ഇനി ഒന്നുകൂടി ആഡ് ചെയ്ത് എന്ത് കിട്ടുക? 10 23 6 18 കിട്ടും. അപ്പോൾ ഇങ്ങനെ എ ബി കിട്ടി, ബി എ കിട്ടി. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ് ആ ക്വസ്റ്റ്യൻ? എന്താ? എ ബിയും ബി എയും ഈക്വൽ ആണോ? ഒറ്റ നോട്ടത്തിൽ തന്നെ ക്ലിയർ ആണ്. എ ബി എന്ന് പറയുന്ന എലമെൻറ്റ് വേറെയാണ്, ബി എയിലുള്ള എലമെൻറ്റ് വേറെയാണ്. അപ്പോൾ എന്താണ് കൺക്ലൂഷൻ? എ ഇൻറ്റു ബി മേ നോട്ട് ബി ഈക്വൽ ടു ബി ഇൻറ്റു എ. ചിലപ്പോൾ ഈക്വൽ ആവുന്ന കേസ് ഉണ്ടാവാം. ജനറലി എ ബി ഈക്വൽ ടു ബി അല്ല. എ ബി ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എന്താ? ഏത് രണ്ട് മെട്രിക്സ് എടുത്താലും എ ബി ഈക്വൽ ടു ബി എന്ന് കിട്ടണം. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 1 2 4 ബി ഈക്വൽ ടു മെട്രിക്സ് 4 3 5 ഇഫ് പോസിബിൾ ഫൈൻഡ് എ ഇൻറ്റു ബി. ആദ്യം എ ഇൻറ്റു ബി കാണാൻ പറ്റുമോ നോക്കുക. ഓർഡർ ഓഫ് എ എന്താണ്? 3/1. 3 റോസ് ഉണ്ട്, 1 കോളം ഉണ്ട്. ബിയുടെ ഓർഡർ എന്താണ്? 1/3 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണാൻ പറ്റുമോ? അഥവാ എയുടെ നമ്പർ ഓഫ് കോളംസ് 1 അല്ലേ, ബിയുടെ നമ്പർ ഓഫ് റോസ് 1 അല്ലേ? രണ്ടും ഈക്വൽ അല്ലേ? അതുകൊണ്ട് എ ഇൻറ്റു ബി കാണാൻ പറ്റും. എന്തായിരിക്കും എ ഇൻറ്റു ബിയുടെ ഓർഡർ? 3/3 ആയിരിക്കും അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് എ ഇൻറ്റു ബി പോസിബിൾ ആണ്. ഓർഡർ ഓഫ് എ ഇൻറ്റു ബി ഈക്വൽ ടു 3/3 ആണ്. അപ്പം 3 റോസ് 3 കോളംസ് ഉള്ള എലമെൻറ്റ് കിട്ടും. ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തുക. 1 2 4 ഇൻറ്റു 4 3 5 അല്ലേ? നോക്കുക, ഒന്നാമത്തെ റോ ഏതാ? ഒന്നാമത്തെ റോയിൽ ഒറ്റ എലമെൻ്റ് ഉള്ളൂ 1. ഇനി രണ്ടാമത്തെ മെട്രിക്സിൽ ഒന്നാമത്തെ കോളത്തിൽ ഒറ്റ എലമെൻ്റ് ഉള്ളൂ 4. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 1 ഇൻറ്റു 4 മതി. കാരണം ഒരു റോയിൽ ഒരു എലമെൻ്റ് ഉള്ളൂ, പിന്നെ കോളത്തിൽ ഒരു എലമെൻ്റ് ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് മൾട്ടിപ്ലൈ, പിന്നെ ആഡ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ 1 ഇൻറ്റു 4 ആണ് ആദ്യത്തെ എലമെൻറ്റ്. ഇനി രണ്ടാമത്തെ എലമെൻ്റ് എന്താ? ഇതേ റോയിൽ തന്നെ അടുത്ത എലമെൻ്റ് എന്താ? ഇതേ റോന് അടുത്ത കോളം കൊണ്ട് മൾട്ടിപ്ലൈ 1 ഇൻറ്റു 3. അടുത്ത എലമെൻ്റ് ഏതാ? ഇതേ റോനെ അടുത്ത കോളം കൊണ്ട് മൾട്ടിപ്ലൈ 1 ഇൻറ്റു 5. ഇതേപോലെ രണ്ടാമത്തെ റോ ഇൻറ്റു ഫസ്റ്റ് കോളം ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 4 ഇൻറ്റു 3. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അടുത്ത് സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം 2 ഇൻറ്റു 5. അടുത്ത് നോക്കുക, ഫോർത്ത് റോയിലെ എലമെൻ്റ് എങ്ങനെ കിട്ടുക? ഫോർത്ത് റോനെ വ്യത്യസ്ത കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? 4 ഇൻറ്റു 4. അപ്പോൾ ഒറ്റ എലമെൻറ്റ്, പിന്നെ പ്ലസ് ഇടാനൊന്നുമില്ല. അടുത്ത് 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ ഒരു റോയിലൊരു എലമെൻ്റ് ഉള്ളൂ, കോളത്തിലൊരു എലമെൻ്റ് ഉള്ളൂ. അപ്പോൾ ആഡ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ 4 ഇൻറ്റു 4 ആദ്യത്തെ എലമെൻ്റ്, 4 ഇൻറ്റു 3 അടുത്ത എലമെൻ്റ്, 4 ഇൻറ്റു 5 അടുത്ത എലമെൻ്റ്. അപ്പോൾ ഇങ്ങനെയാണ് എ ഇൻറ്റു ബി കാണും. ഇനി അത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളൂ. 1 ഇൻറ്റു 4 4, 1 ഇൻറ്റു 3 3, 1 ഇൻറ്റു 5 5, 2 ഇൻറ്റു 4 8, 2 ഇൻറ്റു 3 6, 2 ഇൻറ്റു 5 10 എക്സെട്ര. ഈ വാല്യൂസ് കിട്ടും. ഇതാണ് എ ഇൻറ്റു ബി. ഇനി നമുക്ക് നോക്കാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് അസോസിയേറ്റീവ് ആണ്. മെട്രിക്സ് അഡീഷൻ്റെ പ്രോപ്പർട്ടിയിൽ ഒന്നാമത്തെ എന്തായിരുന്നു? കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലേ? ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ? അല്ല.
പിന്നെ മെട്രിക്സ് അസോസിയേറ്റീവ് ആണ്. എന്താ അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇഫ് എ ബി സി ആർ 3 matrices where matrix multiplications are defined, എ ഇൻറ്റു ബി ഡിഫൈൻ ചെയ്യണം, ബി ഇൻറ്റു സി ഡിഫൈൻ ചെയ്യണം, എ ഇൻറ്റു സി ഡിഫൈൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ബി സി ഈക്വൽ ടു എ ബി ഇൻറ്റു സി എന്ന് കൊടുക്കാം. അസോസിയേറ്റീവ് ആണ് എന്നർത്ഥം. ഇനി ഐഡന്റിറ്റി എന്താന്ന് നോക്കാം. എന്താണ് നമുക്ക് മെട്രിക്സ് അഡീഷണൽ ഐഡന്റിറ്റി പഠിച്ചിട്ടില്ലേ? ഏതൊരു മെട്രിക്സിനെയും കൂടെ 0 മെട്രിക്സ് ആഡ് ചെയ്താൽ സെയിം നമ്പർ കിട്ടും. ഇതേപോലെ ഒരു മെട്രിക്സിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് സെയിം മെട്രിക്സ് കിട്ടാൻ നോക്കാം. ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, ഒരു എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഐഡന്റിറ്റി പറയുള്ളൂ. ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, then in is the ഐഡന്റിറ്റി ഫോർ മൾട്ടിപ്ലിക്കേഷൻ. എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ഓർഡർ n ആണെങ്കിൽ in ആണ് ഐഡന്റിറ്റി ഫോർ മൾട്ടിപ്ലിക്കേഷൻ. എന്താണ് കണ്ടീഷൻ? എ ഇൻറ്റു ഐ എൻ ഈക്വൽ ടു എ ഈക്വൽ ടു ഐ എൻ ഇൻറ്റു എ. എന്താണ് ഐഡന്റിറ്റിയുടെ കണ്ടീഷൻ? എന്താ? ഒരു മെട്രിക്സുമായി ഐഡന്റിറ്റി ഓപ്പർ ചെയ്താൽ സെയിം മെട്രിക്സ് കിട്ടണം, അഥവാ എയുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യണം. അപ്പോൾ എ ഇൻറ്റു ഐ എൻ ഈക്വൽ ടു എ ഈക്വൽ ടു ഐ എൻ ഇൻറ്റു എന്ന് കിട്ടും ഫോർ എനി മെട്രിക്. ഇനി അത് ശരിയാണെന്ന് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. എ ഈക്വൽ ടു -2 6 1 3. എയുടെ ഓർഡർ 2 അല്ലേ? അപ്പോൾ 2 ഓർഡർ ആയിട്ടുള്ള ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കണം. ഇനി തന്നിരിക്കുന്ന മെട്രിക്സ് ഓർഡർ 3 ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഐഡന്റിറ്റി മെട്രിക്സ് ഏതാ? ഓർഡർ 3 ആയിട്ടുള്ള ഐഡന്റിറ്റി മെട്രിക്സ്. എന്താ ഐഡന്റിറ്റി മെട്രിക്സ് പ്രത്യേകം എന്തായിരിക്കും? ഡയഗണൽ എലമെന്റ് എല്ലാം 1 ആയിരിക്കും, ബാക്കിയുള്ളൊക്കെ 0 ആയിരിക്കും. ഓക്കെ. ഇനി എ ഇൻറ്റു ഐ ടു കണ്ടു. എ ഇൻറ്റു ഐ ടു ഈക്വൽ ടു -2 6 1 3 1 0 0 1. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. -2 ഇൻറ്റു 1 പ്ലസ് 6 ഇൻറ്റു 0. വീണ്ടും -2 ഇൻറ്റു 0 പ്ലസ് 6 ഇൻറ്റു 1. ഇപ്പോൾ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും എ ഇൻറ്റു ഐ ടു എന്ത് കിട്ടി? എ ഇൻറ്റു ഐ ടു ഈക്വൽ ടു -2 6 1 3 എന്ന് കിട്ടില്ലേ? ഈ -2 6 1 3 എന്ന് പറഞ്ഞാൽ എ തന്നെ അല്ലേ? ഇതേപോലെ ഐ ടുവിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എ കിട്ടും. അപ്പോൾ എന്താ കിട്ടിയത്? ഏതൊരു മെട്രിക്സിനെയും ഐ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെട്രിക്സ് തന്നെ കിട്ടും. ഓർഡർ 2 ആണെങ്കിൽ എയുടെ മെട്രിക്സ് 3 ആണെങ്കിൽ എ ഇൻറ്റു ഐ 3 ഈക്വൽ ടു എ ഈക്വൽ ടു ഐ 3 ഇൻറ്റു എന്ന് കിട്ടും. ഓക്കെ. ഇനി അടുത്ത് മൂന്നാമത്തെ നോക്കാം, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ? ഇഫ് എ ബി സി ആർ 3 മെട്രിക്സസ് വേർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആർ ഡിഫൈൻ. 3 സെറ്റ് എടുത്തു. അവയുടെ പരസ്പരമുള്ള മൾട്ടിപ്പിൾ സാധ്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളൂ. എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. സിമിലർലി എ പ്ലസ് ബി ഇൻറ്റു സി എന്താ? എ സി പ്ലസ് ബി സി. ഇതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയാം. ഇനി അടുത്തത് പ്രൊഡക്റ്റ് ഓഫ് 2 നോൺ സീറോ മെട്രിക്സസ് മേ നോട്ട് ബി എ സീറോ മെട്രിക്സ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് അല്ലേ? കാരണം എന്താ? റിയൽ നമ്പേഴ്സിൽ രണ്ട് റിയൽ നമ്പറിൻ്റെ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആവൽ നിർബന്ധമാണ്. പക്ഷെ ഇവിടെ 0 മെട്രിക്സ് കിട്ടുമ്പോൾ എയിലും ബിയിൽ ഏതെങ്കിലും ഒന്ന് 0 ആവണം നിർബന്ധമല്ല. രണ്ടും നോൺ സീറോ ആണെങ്കിലും എ ഇൻറ്റു ബി 0 കിട്ടും. ഇഫ് എ ആൻഡ് ബി ആർ 2 നോൺ സീറോ മെട്രിക്സസ് ദെൻ എ ഇൻറ്റു ബി മേ ബി എ സീറോ മെട്രിക്സ്. അവിടെ നിർബന്ധമില്ല, പക്ഷെ ആയിട്ടും കിട്ടും. എന്നാൽ വേറൊന്നിലും അത് കിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുക. 0 1 0 4. ഇത് സ്ക്വയർ, ഇത് 0 മെട്രിക്സ് ആണോ സാധാ മെട്രിക്സ് ആണോ? 0 മെട്രിക്സ് ആണോ? അല്ലേ? ഇത് 0 മെട്രിക്സ് അല്ല. കാരണം എന്താ? 0 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റും 0 ആയിരിക്കണം. ഇതിലെല്ലാ എലമെന്റും 0 ആണോ? അല്ല. അപ്പോൾ ഇത് ഇറ്റ് ഈസ് എ നോൺ സീറോ മെട്രിക്സ്. അടുത്ത് നോക്കുക. 5 1 0 0. 5 1 0 0 എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ മെട്രിക്സും 0 ആണോ? അല്ല. അപ്പോൾ ഇതും ഒരു നോൺ സീറോ മെട്രിക്സ് ആണ്. ആദ്യത്തേത് നോൺ സീറോ മെട്രിക്സ് ആണ്. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 0 ഇൻറ്റു 5 പ്ലസ് 1 ഇൻറ്റു 0. അടുത്ത് നോക്കുക. അതേ റോനെ തന്നെ അടുത്ത കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 0. അടുത്ത സെക്കൻഡ് റോനെ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുന്നു. സെക്കൻഡ് റോനെ അടുത്ത കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ ആയാൽ അവസാനം കിട്ടുന്ന എന്താ? ഒരു 0 മെട്രിക്സ് കിട്ടും. യഥാർത്ഥത്തിൽ നമ്മൾ എടുത്തിരുന്ന ആദ്യത്തെ മെട്രിക്സ് 0 മെട്രിക്സ് ആണോ? അല്ല. രണ്ടാമത്തെ മെട്രിക്സ് 0 മെട്രിക്സ് ആണോ? അല്ല. അപ്പോൾ രണ്ട് നോൺ സീറോ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത് 0 മെട്രിക്സ് ആണ്. ഇത് 0 മെട്രിക്സിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ്. സാധാരണ റിയൽ നമ്പർ സിസ്റ്റത്തിന് പ്രത്യേകത എന്താ? ഏതെങ്കിലും രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ എ ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണെങ്കിൽ ഒന്നെങ്കിൽ എ 0 ആണ് അല്ലെങ്കിൽ ബി 0 ആയിരിക്കും. ഏത് നമ്പർ എടുത്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി 0 ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 നിർബന്ധമാണ്. പക്ഷെ മെട്രിക്സിന്റെ കേസിൽ ക്യാപിറ്റൽ എ ഇൻറ്റു ക്യാപിറ്റൽ ബി ഈക്വൽ ടു 0 മെട്രിക്സ് ആണെങ്കിൽ എയോ ബിയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 മെട്രിക്സ് ആവണമെന്നില്ല.
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഇൻ ജനറൽ ഫോർ ഓൾ മെട്രിക്സസ് എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു എ. നേരത്തെ പറഞ്ഞു അല്ലേ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇനി നോക്കുക, എന്നാൽ എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ പൊതുവേ ഉള്ള ഒരു സംഗതിയാണ്. എന്നാൽ ചില മെട്രിക്സസിന് എ ബി കണ്ടാലും ബി എ കണ്ടാലും ഈക്വൽ ആയിരിക്കും. അപ്പം അതിനൊരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഏതൊരു മെട്രിക്സിനെയും I2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം മെട്രിക്സ് കിട്ടും, അത് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താലും അത് തന്നെ കിട്ടും. അപ്പം അതുകൊണ്ട് പറയും ഐഡൻറ്റി മെട്രിക്സുമായിട്ടുള്ള ഓപ്പറേഷൻ ഒരു എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എന്തുള്ള കമ്മ്യൂട്ടേറ്റീവ് ഇല്ല എന്ന് പറഞ്ഞാൽ, കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ ഐഡൻറ്റി മെട്രിക്സ് ആകട്ടെ ഡയഗണൽ മെട്രിക്സ് ആകട്ടെ ഏത് മെട്രിക്സ് എടുത്താലും എ ബി ഈക്വൽ ടു ബി എ കിട്ടും. അപ്പോൾ എല്ലാ കേസിലും കിട്ടാത്തതുകൊണ്ട് ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. എന്നാൽ ചില സെലക്റ്റഡ് മെട്രിക്സസിൽ ഇത് ഓക്കെയാണ്. വേറൊരു ടൈപ്പാണ് എന്ത്, എയും ബിയും ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ. എന്താ ഡയഗണൽ മെട്രിക്സ് ആണ്? എന്താ, ഒന്ന് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം, എല്ലാ ഡയഗണൽ എലമെന്റും നോൺ സീറോ എലമെന്റ്സ് ആയിരിക്കണം. ഇഫ് എ ആൻഡ് ബി ആർ ഡയഗണൽ മെട്രിക്സസ് ദെൻ എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ. എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ എന്ന് കിട്ടും. എന്താണ്, ചെറിയ ഒരു കോണ്ടാക്റ്റിൽ